ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. രാഷ്ട്രീയ പാർട്ടി ഡിസംബറിൽ രൂപീകരിക്കുമെന്ന് SNDP. മൂന്നാം ചേരി അനിവാര്യം. ഇപ്പോൾ ഒരു മൂന്നാം മുന്നണിയുടെ അനിവാര്യത കേരളത്തിലുണ്ടെന്നും ഇരുമ്പ് പഴുത്ത് നിൽക്കുമ്പോഴേ അടിച്ചാൽ അത് ആയുധമായി മാറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ. ശിഖണ്ഡി എന്ന് തന്നെ വിളിച്ചത് വെള്ളാപ്പള്ളിയുടെ വിവരക്കേടെന്ന് VS നെ അധിക്ഷേപിക്കരുതെന്ന് പിണറായിയുടെ താക്കീത്. BJPയെ കടന്നാക്രമിച്ച കോൺഗ്രസ് നേതാക്കളും. മൂന്നാറിലെ കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭൂമി ഇടപാട് കേന്ദ്ര ഏജൻസി പരിശോധിക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വ്യാജരേഖ ഉപയോഗിച്ച് 1 ലക്ഷം ഏക്കർ കൈവശപ്പെടുത്തി. ഭൂമി കൈമാറ്റം രാജ്യ താൽപര്യത്തിന് വിരുദ്ധം. തോട്ടം തൊഴിലാളികളുടെ കൂലിയിൽ ഇന്നത്തെ PLC യോഗത്തിലും ധാരണയായില്ല. മറ്റന്നാൾ വീണ്ടും ചർച്ച. സമരമുഖത്ത് 5 പൊമ്പിളൈ ഒരുമായി പ്രവർത്തകർ തളർന്നു വീണു. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. വിജിലൻസ് അന്വേഷണം 4 മാസത്തിനകം തീർക്കാമെന്ന് സത്യവാങ്മൂലം. ബാർ കോഴക്കേസിൽ 29-ന് വിധി പ്രഖ്യാപനം. വസ്തുതാവിവര റിപ്പോർട്ട് അന്തിമമല്ലെന്ന് പ്രോസിക്യൂഷൻ. ഇന്ത്യയും ജർമ്മനിയും 13 നിർണായക കരാറുകൾ ഒപ്പിട്ടു. സൗരോർജ്ജ മേഖലയിൽ ജർമ്മനി 100 കോടി യൂറോ നിക്ഷേപിക്കും. പ്രതിരോധ മേഖലയിലും കൂടുതൽ സഹകരണം. UN വിപുലീകരണത്തിന് ജർമ്മനി പ്രതിജ്ഞാബദ്ധമെന്ന് ആഞ്ചല മെർക്കൽ. ISLൽ ഇന്ന് മുംബൈ പൂനെ പോരാട്ടം. കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ ആദ്യ അംഗം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് മൂന്നാം രാഷ്ട്രീയ ചേരി അനിവാര്യമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP പാർട്ടി രൂപീകരിക്കണം എന്നാണ് ഇന്ന് ചേർന്ന ആലോചനാ യോഗത്തിലെ ഭൂരിപക്ഷ വികാരമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. SNDPയുടെ രാഷ്ട്രീയ പാർട്ടി ഡിസംബറിലെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. കോൺഗ്രസും CPIM-ഉം എന്നും സമുദായത്തെ അവഗണിച്ചിട്ടേയുള്ളൂ. സമാന മനസ്കരുടെ കൂട്ടായ്മയാണ് പാർട്ടിയെന്നും തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ഇപ്പോൾ ഒരു മൂന്നാം മുന്നണിയുടെ അനിവാര്യത കേരളത്തിലുണ്ടെന്നും ഇരുമ്പ് പഴുത്ത് നിൽക്കുമ്പോഴേ അടിച്ചാൽ അത് ആയുധമായി അല്ലെങ്കിൽ മറ്റു പലതുമായോ മാറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യത വളരെ ഭംഗിയായി തെളിഞ്ഞു നിൽപ്പുണ്ടെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. എന്തായാലും ഡിസംബർ മാസത്തോടുകൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. ആലപ്പുഴയിൽ ചേർന്ന SNDPയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ അവലോകന യോഗത്തിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ഉണ്ട്. ശരണ്യ, ഡിസംബറോടുകൂടി രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ തിടുക്കമില്ല, ധൃതിയില്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എങ്ങനെ വേണം, എന്തായിരിക്കണം അതിന്റെ ഘടന, ആരു നയിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രാഥമിക ധാരണയായിട്ടുണ്ടോ? തീർച്ചയായും ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ SNDPയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനമായിരിക്കുന്നത്. ഡിസംബറോടുകൂടി പാർട്ടി രൂപീകരണത്തെ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഡിസംബറിൽ പാർട്ടി രൂപീകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അറിയിച്ചിരിക്കുന്നു കേരളമൊട്ടാകെ SNDPയുടെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന യാത്രയുടെ അവസാനം പാർട്ടി രൂപീകരണം ആയിരിക്കുമെന്നും തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. മൂന്നാം മുന്നണിയുടെ ഒരു ആവശ്യകത കേരളത്തിൽ നിലനിൽക്കുന്നു. ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കണം എന്ന് തന്നെയാണ് യോഗത്തിൽ ഉയർന്നു വന്ന ഭൂരിപക്ഷ അഭിപ്രായമെന്നാണ് വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം യോഗത്തിൽ പങ്കുചേർന്നിരുന്നു. ഇവരിൽ നിന്നും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്ന ആശയം മൂന്നാം മുന്നണി രൂപീകരിക്കുന്നതിൽ തെറ്റില്ല എന്നും അത് രൂപീകരിക്കേണ്ട സമയം ഇതാണ് എന്നുമാണ്. എന്തായാലും ഡിസംബറോടുകൂടി പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് അറിയിച്ചിരിക്കുന്നത്. നന്ദി ശരണ്യ. വിശദമായ ചർച്ചകളിലേക്ക് ശ്രീ A. സജീവൻ, ശ്രീ PM മനോജ്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, SNDPയെ പ്രതിനിധീകരിച്ച് അനു C. സേനൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ A. സജീവൻ, ഇരുമ്പ് പഴുത്തു നിൽക്കുകയാണ്, ഇപ്പോൾ അടിച്ചാൽ അതിനെ അനുയോജ്യമായ ആയുധമാക്കാം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ തിയറി. സാമുദായികമായ കാലാവസ്ഥ, ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം ഉയർത്താനുള്ള സാഹചര്യം, ഇതിനെയൊക്കെയാണ് ഇരുമ്പ് പഴുത്തു നിൽക്കുന്ന സാഹചര്യമായി അവർ കാണുന്നത് എന്ന് തോന്നുന്നു. ഈ സാഹചര്യം കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പരിപക്വമാണ് എന്ന് തോന്നുന്നുണ്ടോ? അതിന് വലിയ തോതിൽ ആളുകളെ സമാഹരിക്കാൻ സാധിക്കുമോ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എന്തും ആഗ്രഹിക്കാം. ഇരുമ്പ് പഴുപ്പിച്ച് ആയുധമാക്കണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണമാക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ
ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വരും എന്ന സൂചന വരുമ്പോൾ ആദ്യമൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു ഇടതു മുന്നണിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം പോലെ UDF-നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ നമുക്കറിയാം ഈ രണ്ട് കക്ഷികളും നേരത്തെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ പല പ്രശ്നങ്ങളും നേരിട്ടിരുന്ന CPM-ഉം കോൺഗ്രസിനൊക്കെ ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അകത്തുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ന് CPM ഒറ്റക്കെട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്. അതിന് ഏക കാരണം ഇന്നത്തെ ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവനയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം മൂന്നാം മുന്നണി പ്രയോഗം എന്നുള്ളതിന് ഏറ്റവും നല്ല മറുപടി. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഭീഷണിക്ക് അദ്ദേഹം ഈ പിണറായി വിജയൻ കൊടുത്ത മറുപടി എന്താണ്? VS അച്യുതാനന്ദനെതിരെ കളിക്കേണ്ട. കുറച്ചു മുമ്പ് അത് പറയൂ. VS അച്യുതാനന്ദനെതിരെ അതിരൂക്ഷമായ പടനീക്കം നടത്തിയിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ള കാര്യം നമുക്കറിയാം. CPM-നകത്ത് വളരെ രൂക്ഷമായുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ മറികടന്നുകൊണ്ട് ആ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. കോൺഗ്രസിൽ ഇന്ന് സുധീരനെതിരെ നികൃഷ്ടജീവി പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും സുധീരനും ഉൾപ്പെടെ തങ്കച്ചനും ഉൾപ്പെടെ സകല ആളുകളും ഒറ്റക്കെട്ടായിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെയും ശോഭാ സുരേന്ദ്രൻ ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ കേരളത്തിൽ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഹതാശമായൊരു മാനസികാവസ്ഥയിലായിരുന്നു CPIM-ന്റെ അണികൾ എങ്കിൽ അവരെ കുറെ കൂടി ഊർജ്ജസ്വലരാക്കാൻ അവരുടെ നേതൃനിരയെ പ്രത്യേകിച്ച് ഏറ്റവും ജനകീയനായ VS അച്യുതാനന്ദനെ തന്നെ മുന്നണി പോരാളിയായി ഇറക്കിവിടാനും അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനും മുൻപുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നും മാറാൻ പോലും ഇടതു മുന്നണിക്ക് കഴിയുന്ന അവസ്ഥയും മറുവശത്ത് VM സുധീരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ അണികളെ ഉണർത്താനും കഴിഞ്ഞു എന്നുള്ളതാണോ ഈ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലം? മുൻപൊരു 5 സീറ്റ് വരെ എന്തായാലും കിട്ടും എന്ന് കരുതിയിരുന്ന BJP പുതിയ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയതുപോലെ അക്കൗണ്ടില്ല കേരളത്തിൽ എന്ന നിലയിലേക്ക് മടങ്ങേണ്ടി വരുമോ? സഖാവ് VS-നെ കഴിഞ്ഞ അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് ആ പാർട്ടി പരീക്ഷിച്ചു. അവിടെ നിരവധിയായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ നമ്മൾ കണ്ടത് പാർത്ഥസാരഥിയുടെ റോളിലാണ് സഖാവ് അച്യുതാനന്ദൻ വന്നത്. പാർത്ഥനായിട്ട് വിജയേട്ടൻ വന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പശ്ചാത്തലമായിരുന്നു ഫ്ലെക്സ് ബോർഡുകളിൽ. ആർക്കും അത് നിഷേധിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ അദ്ദേഹത്തെ വെച്ച് പരീക്ഷിച്ചിട്ടും പാർട്ടിയുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോയില്ലേ? മാത്രവുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 5 ഇരട്ടിയിലധികം വോട്ട് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇവിടെ കേരളത്തിലെ എല്ലാ സാമാന്യ ജനങ്ങൾക്കും അറിയാം, അച്യുതാനന്ദൻ സഖാവ് മുഖ്യമന്ത്രിയായി ഈ കേരള ഭരണകൂടത്തെ നയിച്ച കാലഘട്ടത്തിൽ പോലും കൂടെയിരിക്കുന്ന സഖാവ് പിണറായിയോ കോടിയേരിയോ അദ്ദേഹവുമായി യോജിച്ചു നിന്നുകൊണ്ട് ഒരു കാര്യവും കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞത് ചെയ്തു തീർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, ഇവിടെ ചർച്ച ചെയ്യുന്നത് സഖാവ് അച്യുതാനന്ദൻ വരുമോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേറെ ഏതെങ്കിലും ഒരു ലീഡർ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുമോ എന്നുള്ളതല്ല. നയങ്ങളിൽ നിന്ന് ആ പാർട്ടി വ്യതിചലിച്ചിരിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട SNDP-യുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ പ്രതിഫലനം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ആദ്യം അതുണ്ടായിരിക്കുന്നത് CPIM-ലാണ്. അവരുടെ റാങ്ക് ആൻഡ് ഫയൽ കുറെ കൂടി ജാഗ്രമായിരിക്കുന്നു. അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ചൊരു ദൃഢീകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതാണ് നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളിൽ VS അച്യുതാനന്ദന് കിട്ടുന്ന വേദികളിലൂടെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ കാണുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. BJP ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പകരം ഇപ്പോൾ നോക്കൂ, ഒരാളെ ശിഖണ്ഡി, നികൃഷ്ടജീവി എന്നൊക്കെ ആക്ഷേപിച്ചാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണം എന്താണ് എന്നുള്ളത് കേരളം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ വിജയം. അതുകൊണ്ട് കാര്യങ്ങൾ നെഗറ്റീവ് ആകുന്ന അവസ്ഥയിലാണോ BJP ഉദ്ദേശിക്കുന്ന മൂന്നാം മുന്നണി ഇപ്പോൾ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. CPIM എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയെ ആര് നയിച്ചാലും ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അവർ വെച്ച വാക്കുകളിലെല്ലാം അവരുടെ ആദർശത്തിൽ അവർ വെള്ളം ചേർത്തിരിക്കുന്നു. മാത്രവുമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് എന്തെല്ലാമാണോ അവർ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് അവർ വ്യതിചലിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അവർ പറയുന്നത് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അവർ ഒരു ഭഗീരഥ പ്രയത്നം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനാണല്ലോ അവര് അഷ്ടമി രോഹിണി പരിപാടിയെ കോപ്പി അടിച്ച് അത് നടത്താനൊക്കെ അവർ ശ്രമിച്ചിട്ട് പറഞ്ഞു ഞങ്ങളും കൃഷ്ണന്റെ ആളുകളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിന്റെ നേതാക്കളും പറഞ്ഞിരുന്നത് ഒരു ഹൈന്ദവ കൂട്ടായ്മയാണ് പുതുതായി ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടി എന്നായിരുന്നു.
നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള കൂട്ടായ്മയാണ്. അത് ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ ചവിട്ടി അരക്കപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിന്റെ ഉണർവാണ് അത് എന്നുള്ളതായിരുന്നു രാഷ്ട്രീയമായ മുദ്രാവാക്യമെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുമ്പോൾ ഭാഷ മാറിയിരിക്കുന്നു. മതേതരമായ ഒരു പാർട്ടിയായിരിക്കും ഞങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നു. ഇന്ന് ചേർന്ന ആലോചനാ യോഗത്തിൽ അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാൽ കുഴപ്പമുണ്ടാകും എന്ന സിഗ്നലാണോ പങ്കെടുത്ത ആളുകളിൽ നിന്ന് ലഭിച്ചത്? SNDP യോഗം ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയല്ല. 2, SNDP യോഗം ഇന്ന് വരെയും പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ഹൈന്ദവ വർഗീയത എന്ന് പ്രചരിപ്പിക്കുന്ന CPIM പ്രചരിപ്പിക്കുന്ന ഹൈന്ദവ വർഗീയതയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ സമൂഹമുണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 60 കൊല്ലം കൊണ്ട് കേരളത്തിലെ ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ കീഴിൽ അവരുടെ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഇരയായി മാറ്റി നിൽക്കപ്പെട്ട കുറേ ആളുകൾ അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ ഈ ഹിന്ദു സമൂഹത്തിൽപ്പെടാത്ത ആളുകളുമുണ്ട്. അവിടെ നാടാർ സമുദായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അവരൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മതപരിവർത്തനം നടത്തിയ ആളുകളാണ്. അവർക്ക് ആ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നില്ല. അവരിന്നെന്താ പറഞ്ഞത്? ഞങ്ങളുടെ മിച്ചമുള്ളത് ബൈബിളും കിടക്കപ്പായും മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമൂഹത്തെ, അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, ആ സമുദായങ്ങളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. അതിനകത്ത് വർഗീയതയോ ജാതീയതയോ ഒന്നും SNDP യോഗം കാണുന്നില്ല. SNDP യോഗം നേതൃത്വം കൊടുക്കുക, SNDP യോഗത്തിൻ്റെ നേതാക്കന്മാർ അല്ല SNDP യോഗത്തിൻ്റെ അണികൾ ചിന്തിക്കുന്നത് കേരളത്തിലൊരു മതേതരത്വ കൂട്ടായ്മയാണ്. വ്യക്തമാണ്. മനോജ്, ഇന്നത്തെ കൂടിയാലോചനാ യോഗം കഴിഞ്ഞപ്പോൾ എന്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള കാര്യത്തിൽ ആശയ വ്യക്തത വന്നിരിക്കുന്നു. ഒരു മതേതര കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, പാർശ്വവൽകൃതരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതായത് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ അടിച്ചമർത്തലിന് വിധേയമായ അല്ലെങ്കിൽ അരികുകളിലേക്ക് നീക്കി നിർത്തപ്പെട്ട ആളുകൾ അവരുടേതായ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് SNDP യോഗത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ രൂപീകരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് എന്ത് പ്രതിഫലനം ഉണ്ടാക്കും കേരളത്തിൽ? അതിൽ കൗതുകമുള്ള ഒരു കാര്യം, ഈ BJP ഇതൊന്നും അല്ലേ? BJPയിൽ പാർശ്വവൽകൃത ജനവിഭാഗം ഇല്ലേ? അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു പാർട്ടി അല്ലേ BJP? അത് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് സജീവൻ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. അന്ന് ഹിന്ദു കൂട്ടായ്മ, ഹിന്ദു ഏകീകരണം, ന്യൂനപക്ഷ വിരുദ്ധ ഏകീകരണം എന്നൊക്കെയായിരുന്നു SNDPയുടെ മുദ്രാവാക്യം. അന്ന് ശ്രീ സജീവൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ 2 പാർട്ടി? BJP പോരെ? BJPയിലേക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ചേർന്നാൽ പോരെ? ഇപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മതനിരപേക്ഷത പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ SNDP എന്ന സംഘടന മഹത്തായ പാരമ്പര്യമുള്ള സംഘടന, ഈ സംഘടന അതേപടി നിലനിർത്തണമെങ്കിൽ മതനിരപേക്ഷത പറയാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പോയാൽ നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു ഷിഫ്റ്റാണ് ഈ ഹിന്ദു കൂട്ടായ്മയിൽ നിന്ന് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നതിൽ നിന്ന് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നാടാർ, അതുപോലെ മറ്റ് ഹിന്ദുക്കൾക്ക് പുറത്തുള്ള വിഭാഗങ്ങളെയും കൂടി കൂട്ടിയോജിപ്പിക്കണമെന്ന ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിലോ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ SNDP നേതൃത്വം SNDPയെ BJPക്ക് കൊണ്ടുപോയി പണയം വെച്ച് അതിൻ്റെ വില വാങ്ങി അത് കേന്ദ്രമന്ത്രിസ്ഥാനമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവിയായോ അതല്ലെങ്കിൽ ഇൻകം ടാക്സ് റെയ്ഡിൽ നിന്നുള്ള മുക്തിയായോ ഒക്കെ വിലപേശി വാങ്ങി വ്യക്തിപരമായ സങ്കുചിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു ശ്രമം. ആ ശ്രമത്തിൽ എല്ലാവരും വീണുപോയിട്ടുണ്ട്. അത് ഇന്നലെ വരെ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളെ ഇത് ബാധിക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒന്നടങ്കം പറയുന്നു ഇതിനെതിരായി നിൽക്കുമെന്ന്. ഇന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ് ശ്രീ P. ഗോപിനാഥൻ, SNDP യോഗത്തിൻ്റെ 2 തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇന്നൊരു പ്രമുഖ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു SNDPയിലെ ഭൂരിപക്ഷം പേരും കോൺഗ്രസ്സുകാരാണ് എന്നതാണ് അതിന് കാരണം. ഏതിന്? ഈ സംഘപരിവാറിൻ്റെ കൈപ്പിടിയിലാകും ഒരു മഹത്തായ പ്രസ്ഥാനം. അത് ഭൂരിപക്ഷ വർഗീയതയാകുന്ന പാമ്പ് വിഴുങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കോൺഗ്രസിനെയാണ്. ശ്രീ PM മനോജ്, ശ്രീ A. സജീവൻ, വർഗീയമായ ഒരു സംഘടനമാണ് SNDPയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരുന്നു വിചാരം എങ്കിൽ ഇന്നിപ്പോൾ അവരുടെ യോഗത്തിൽ ദലിത് ക്രൈസ്തവർ പങ്കെടുത്തിട്ടുണ്ട്. VSDP നാടാർ വിഭാഗത്തിൽപ്പെട്ട
ക്രൈസ്തവരും ഹൈന്ദവരുമായ നാടാർ വിഭാഗം ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതായത് മായാവതിയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ രാംവിലാസ് പാസ്വാൻ മുതൽ ജിതൻ റാം മഞ്ചി വരെ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദൂരേക്ക് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു സംഘാടനം എന്നുള്ള നിലയിൽ പാർശ്വവൽകൃതരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തരത്തിലാണ് ഈ പാർട്ടിയുടെ രൂപീകരണം ഉദ്ദേശിക്കുന്നത് എന്ന് SNDP യോഗം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയോ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയോ അല്ല ലക്ഷ്യം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആലോചനാ യോഗമാണല്ലോ നടന്നത്. അതിനുശേഷം ഉള്ള പുറത്തേക്ക് വരുന്ന വിവരം, ഈ പാർട്ടിയെക്കുറിച്ച് ഉള്ള മുൻവിധി മാറ്റാൻ താങ്കൾ തയ്യാറാണോ? അല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ലല്ലോ. ആളുകളുടെ സംശയം മാറുന്നുണ്ടോ ഈ പറഞ്ഞതിൽ? ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ മുതൽ അനൂപ് വരെയുള്ള ആളുകൾ പറഞ്ഞെന്താ, മതേതര കൂട്ടായ്മയാണ് ഇതെന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ ഇതിൻ്റെ കൂടെ കൂട്ടേണ്ടതല്ലേ? അത് മാത്രം പോരല്ലോ, അവർ ചില കാര്യങ്ങളിൽ ചില സംശയ നിവൃത്തി വരുത്തേണ്ടതുണ്ട്. ഞാൻ 3 കാര്യങ്ങളിവിടെ പറയാം. അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിൽ സംഭവിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് സംഭവിച്ചത്. ഇന്ന് ഒരു പെൺകുട്ടി സർവർണ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കഴിക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രം തൊട്ടതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി. ഒരു മാസം മുമ്പ് ഒരു 12 വയസ്സുകാരി ആ കുട്ടി വഴിയോരത്തെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനിടയിൽ ആ കുട്ടിയുടെ നിഴൽ പതിച്ചതിൻ്റെ പേരിൽ ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ ദേഹത്ത് ആ കുട്ടിയുടെ നിഴൽ പതിച്ചതിൻ്റെ പേരിൽ ആ 12 വയസ്സുകാരിയെ പെൺകുട്ടിയെ ഭീകരമായിട്ട് അടിച്ച് കൊല്ലാറാക്കി. അതിന് തൊട്ടടുത്ത ദിവസം ഇവിടെ ഒരു ഖാപ്പ് പഞ്ചായത്ത് ചേർന്നിരുന്നു ഉത്തരേന്ത്യയിൽ. അവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി പ്രേമത്തിലായി ഒളിച്ചോടിപ്പോയി. അതിന് പകരം വീട്ടാൻ, അതിന് ശിക്ഷയായിട്ട് ഈ ദളിത് യുവാവിൻ്റെ 2 സഹോദരിമാരെ, 2 യുവതികളെ കൂട്ടമാനഭംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഖാപ്പ് പഞ്ചായത്ത്, സമുദായ പഞ്ചായത്ത് തീരുമാനിച്ചു. ഈ 3 കാര്യങ്ങൾ ഇന്നലെ ഇവിടെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ഒരാളെ കൊന്നിട്ട് ആ കൊന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു MLA അതിരൂക്ഷമായിട്ട് സംസാരിച്ചില്ലേ? ഇങ്ങനെ ഒരു MP പോലും പറഞ്ഞു ഇതാണ് മറ്റുള്ള ആളുകൾ ചെയ്യുന്നെങ്കിൽ അവർക്കും വിധി ഈ അഖിലാഖിൻ്റെ തന്നെ ആയിരിക്കുന്നു. ഇതിനോടൊക്കെ മതേതര പാർട്ടിയായിട്ട് ഞാൻ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ സാറ് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് പൂർണ്ണമായിട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. എന്നാൽ ഈ മതേതര പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ അനൂപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെയൊക്കെ അപലപിക്കുമോ? എൻ്റെ ചോദ്യം അതാണ്. പക്ഷേ അനൂപ് സിസേന, അങ്ങനെ BJPയുമായി സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇന്ന് വിശദമായ ആലോചന നടന്നല്ലോ. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾ പാർശ്വവൽകൃതരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ OBC രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. നയപരമായ വ്യത്യാസം BJPയുമായി ഉണ്ടായേക്കാം. BJPയുമായി കൂട്ടുകെട്ട്, ഹൈന്ദവ പാർട്ടികളുടെ ഏകീകരണം, ആ അർത്ഥത്തിലുള്ള ഒരു ഹിന്ദു മുന്നണി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയോ? ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, SNDP യോഗമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ മറ്റ് 2 മുന്നണികൾക്കും ദോഷമായി വരുന്നു. ഈ മുന്നണികൾക്ക് ദോഷമായി വരുമ്പോൾ ഇത് മറ്റൊരു മുന്നണിക്ക് ഗുണമുണ്ടായിത്തീരുമോ എന്നുള്ള ഭയമാണ് ഒരു കാര്യം. ഇവിടെ BJPയുമായി SNDP യോഗമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂട്ടുചേരുമോ? ആ ആദർശത്തിന് വിരുദ്ധമാകുമോ? രണ്ടും 2 ദാർശനിക തലത്തിൽ നിൽക്കുന്ന പാർട്ടികളാണ്. ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിനൊക്കെ മുമ്പ് 1990-ൽ ഇന്ന് ഈ BJPയുടെ ഈ പറഞ്ഞ മതേതരത്വ വിരുദ്ധ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കമുള്ള ആളുകൾ അന്ന് കേന്ദ്രത്തിൽ VP സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയാക്കുവാൻ വേണ്ടി കൂട്ടിച്ചേർന്ന ആളുകളാണ്. അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇതാണോ? കേരളത്തിൽ BJPയുമായി ചേർന്ന് SNDP യോഗം കൂട്ടുമുന്നണി ഉണ്ടാക്കുമോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതൊന്നുമല്ല പ്രശ്നം. യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് ഇവരാരും വരുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി നിലനിന്ന സമൂഹങ്ങൾ, ഇവിടുത്തെ പിന്നോക്ക പട്ടികജാതി സമൂഹങ്ങൾ, നമുക്കറിയാം പട്ടികജാതി സമൂഹം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയപ്പോഴല്ലേ അവർ പട്ടികജാതി ക്ഷേമ സമിതിയുമായിട്ട് രംഗത്തിറങ്ങിയത്. ഇന്ന് അടുത്ത തിരിച്ചറിവ് ഈഴവ സമുദായത്തിനുണ്ടായി. ഈ സമുദായത്തിനെ കൊന്നത്, ഈ സമുദായത്തിനെ ഇല്ലാതാക്കിയത് കുറെ അജണ്ടയുമായി ഇറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അത് തിരിച്ചറിയുമ്പോൾ അവർ പോകുന്നു. ആ നഷ്ടപ്പെടുന്ന രോദനമാണ് ഇങ്ങനെ പലതും പറയും. അല്ല, അതെങ്ങനെയാണ് അജണ്ട ഉള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്.
എന്നാൽ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിലുള്ള ഒട്ടേറെ തൊഴിലാളികളുണ്ട്, അതുപോലെ മറ്റ് അധ്വാനിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ഇടപെട്ട ഒരേ ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന് ഞാൻ പറയുന്നത് അത് ആദ്യത്തേത് ദിനേശ് പീഡി. യഥാർത്ഥത്തിൽ മാംഗ്ലൂർ ഗണേഷ് പീഡി എന്ന സ്ഥാപനം ഈ തൊഴിലാളികളെ ആകെ വഴിയാധാരമാക്കി വ്യവസായം കൊണ്ട് മംഗലാപുരത്തേക്ക് പോയപ്പോൾ ദിനേശ് പീഡി എന്ന സഹകരണ സംഘം രൂപീകരിച്ച് ആ തൊഴിലാളികളെ വസിപ്പിച്ചത് CPIM ആണ്. അന്ന് ഈ മാംഗ്ലൂർ ഗണേഷ് പീഡി മുതലാളിമാരുടെ കങ്കാണിമാരായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരി ശോഭാ സുരേന്ദ്രൻ്റെ RSS വളണ്ടിയർമാരെ നിർത്തിയത്. 1. 2, ഈ കോഫി ബോർഡിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം എല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ AKGയുടെ പടം നമ്മുടെ ചായ കുടിക്കാൻ കോഫി ഹൗസിൽ കയറുന്ന ആളുകളൊക്കെ കാണുന്നുണ്ടാവും. AKGയുടെ പടം അവിടെ മാലയിട്ട് ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. AKGയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയാണ് കോഫി ബോർഡ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിന് രൂപം നൽകിയത്. അവിടെയും മുന്നോക്കക്കാരൊന്നുമല്ല, സാധാരണ ജനങ്ങളാണ്, അതിൽ മഹാഭൂരിപക്ഷവും ഈഴവരാണ്. അതുപോലെ കയർ മേഖല, കശുവണ്ടി മേഖല, കൈത്തറി മേഖല ഇവയൊക്കെ വൈവിധ്യവൽക്കരിക്കാനും ഈ വ്യവസായങ്ങളെയൊക്കെ സംരക്ഷിക്കാനും ഇടപെട്ട ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതിലൊക്കെ എത്ര ശതമാനം ആളുകൾ ഇന്ന് സമുദായത്തിൽ ഉണ്ട് എന്ന് നോക്കിയല്ല, പാവപ്പെട്ടവൻ, അടിച്ചമർത്തപ്പെടുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, അവൻ്റെ പ്രശ്നങ്ങൾ എന്ത് എന്ന് നോക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിലേതായാലും നായർ സമുദായത്തിലേതായാലും പട്ടിക വിഭാഗത്തിലായതായാലും പാവപ്പെട്ട ആളുകൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ സഹായം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഈഴവർക്ക് എത്ര കിട്ടി, യഥാർത്ഥത്തിൽ ഈ ജാതി സെൻസസ് എടുത്തിട്ട് ഈ പ്രയോജനത്തിന് വിലയിരുത്താൻ കഴിയുമോ? ഇതൊക്കെ വളരെ വ്യക്തമാണ് CPM-ന്റെ നിലപാട്. ദയവായി തുടരുക ശ്രീ PM മനോജ്. ശോഭാ സുരേന്ദ്രൻ, BJP നേരിട്ട ആദ്യത്തെ ചോദ്യം SNDP യോഗം രൂപീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ B ടീമായി മാറേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. BJPയുടെ രാഷ്ട്രീയം അവർ ഹൈജാക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. മൂന്നാം മുന്നണിയെ നയിക്കുക SNDP യോഗമാണെങ്കിൽ അതിലെ രണ്ടാമത്തെ പാർട്ടിയായി BJPയുടെ വളർച്ച ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ ബാന്ധവത്തെക്കുറിച്ച് ഒരു പൂർണ്ണമായ ഉറപ്പും പറയുന്നില്ല. LDF ഞങ്ങളെ ഒരു ഘടകകക്ഷിയാക്കുമെങ്കിൽ അതിനും സമ്മതം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും കൈയയച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും BJPക്ക് തോന്നേണ്ടതല്ലേ? ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് വന്നാൽ എന്നും BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കും എന്നൊക്കെ എങ്ങനെ കരുതാൻ പറ്റും ഇപ്പോൾ? അതിനു മുൻപ് മനോജേട്ടൻ ദേശാഭിമാനിയുടെ പത്രത്തിന്റെ എഡിറ്ററാണല്ലോ. മനോജേട്ടൻ പറഞ്ഞൊരു കാര്യത്തിന് എനിക്ക് മറുപടി പറയാനുണ്ട്. ഞങ്ങൾ RSSകാരല്ല കേരളത്തിൽ ഭരിച്ചത്. കേരളം 1956 ശേഷം ഭരിച്ചിട്ട് നിങ്ങളും അതുപോലെ തന്നെ UDFും, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പരസ്പരം മാറി മാറി രണ്ട് മുന്നണികളും കേരളം ഭരിച്ചല്ലോ. അപ്പോൾ ഈ മനോജേട്ടന്റെ പാർട്ടി എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു: എവിടെയെല്ലാം ഒരു വ്യവസായ സ്ഥാപനം വരുന്നുണ്ടോ അവിടെയെല്ലാം ഒരു കൊടി കുത്തിയിട്ട് വ്യവസായം വേണ്ട എന്ന് തീരുമാനിക്കുകയും ഇവിടെ ഞങ്ങൾ തൊഴിലാളികളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ക്ലോസറ്റിനെതിരെ സമരം ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ട്രാക്ടറിനെതിരെ സമരം ചെയ്തു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ തീരുമാനം തെറ്റായി. ഇവിടെ കേരളത്തിൽ നടന്ന തൊഴിലാളി സമരങ്ങളോ അതിന്റെ ഗുണഭോക്താവ് ആര് എന്നുള്ളതോ ഒന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ ചോദിച്ച ചോദ്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, BJPയുടെ രാഷ്ട്രീയത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യം അധികാരമുള്ള ആൾക്കാണ് എന്തെങ്കിലും തരാൻ സാധിക്കുക. അവിടെ AKG സെന്ററിൽ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കാണാൻ പോകുന്നു. അധികാരം മാറുന്നതനുസരിച്ച് ഈ ലോയൽറ്റി ഷിഫ്റ്റ് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ BJPയുടെ എല്ലാ കാലവും ഒട്ടി നിൽക്കുക എന്നൊന്നുമുള്ള ഒരു സമീപനവുമില്ല. നമുക്ക് ഗുണം എവിടെ കിട്ടുന്നോ അവിടെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ LDFിലേക്ക് പോകാനും തയ്യാറാണ് എന്ന് പറയുന്നത്. അപ്പോൾ അധികാര രാഷ്ട്രീയത്തിൽ തൂക്കം എവിടെയാണോ അവിടെ ആയിരിക്കും പുതിയ രാഷ്ട്രീയ പാർട്ടി. ഞാൻ ചോദിക്കുന്നത് BJP ഇങ്ങനെ ഒരു പുതിയ പാർട്ടി വരുന്നത് കൊണ്ട് മതിമറന്ന് ആഹ്ലാദിക്കാനുണ്ടോ എന്നാണ്. ശരി, മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് മനോജേട്ടൻ പറഞ്ഞതിന് എനിക്ക് മറുപടി പറയണ്ടേ? കശുവണ്ടി കോർപ്പറേഷനകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതാരാണ്? അഴിമതി നടത്തിയ ആളുകളെ ഈ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെയാണ് സഹകരിച്ചത്, സഹായിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഒരു ഇവിടെ നമ്മൾ കണ്ടില്ലേ, INTUC നേതാവ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മിസ്റ്റർ പിണറായി പോകുന്നു. എന്താ കാരണം? അഴിമതിയുടെ കാര്യത്തിൽ രണ്ട് മുന്നണികളും
പരസ്പര സഹായ സഹകരണ മുന്നണിയായി വർത്തിച്ചതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ആരുടെയും ബി ടീമായി മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് മിസ്റ്റർ വെള്ളാപ്പള്ളിക്കും അറിയാം. ഞങ്ങൾ അണിയറയിൽ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് ചർച്ച നയിക്കുന്നുണ്ട്. മിസ്റ്റർ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേര അച്ഛന് എന്നുള്ളത് ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് കേവലം തെറ്റിദ്ധാരണയാണ്, പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ശബ്ദമായിട്ട് ഞങ്ങളും മാറി. ശ്രീ അനൂസി സേനൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈ യോഗത്തിന് ശേഷം യോഗത്തിന്റെ വിലയിരുത്തൽ ഒരു മൂന്നാം മുന്നണി അനിവാര്യമാണ് എന്ന് പറയുകയുണ്ടായി. അതേ പത്രസമ്മേളനത്തിൽ തന്നെ LDF-ലെ ഘടകകക്ഷിയാക്കുന്ന കാര്യവും ആലോചിക്കാം, അവർ പരിഗണിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അധികാരം ഉള്ളിടത്താണ് പോകേണ്ടത്, അതാണ് ഞങ്ങൾ BJP-യിലേക്ക്, അമിത്ഷായിലേക്ക്, നരേന്ദ്രമോദിയിലേക്ക് ഒക്കെ ആവശ്യങ്ങളുമായി ചെല്ലാൻ കാരണമെന്ന് ആവർത്തിച്ച് വിശദീകരിക്കുകയുണ്ടായി. കേരളത്തിൽ രൂപീകരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി ആ നിലയ്ക്ക് അധികാരം എവിടെയോ അവിടെ എന്നുള്ള നിലയിലായിരിക്കുമോ മുന്നോട്ട് പോവുക? മൂന്നാം മുന്നണി അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നാളെ വേറൊരു രാഷ്ട്രീയ സന്ദർഭത്തിൽ LDF-ലോ UDF-ലോ ആണ് ഈ പാർട്ടി വേണ്ടത് എന്ന് തീരുമാനിക്കുമോ? ആദ്യം എൻ്റെ സുഹൃത്ത് മനോജ് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷമല്ല കിടക്കാം. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഈഴവ സമുദായം അടക്കമുള്ള പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും അവൻ്റെ തൊഴിലിനെ സംരക്ഷിച്ച് നിലനിർത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു കയർ, കള്ളിയത്ത്, ഈറ്റ, കശുവണ്ടി ഇതൊക്കെ പറഞ്ഞു. ഈ വ്യവസായങ്ങളെല്ലാം പാടേ തകർന്നു. ബീഡി എന്ന വ്യവസായം ഇന്നില്ല. അപ്പോൾ ആ വ്യവസായങ്ങളെല്ലാം സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയ വിരോധാഭാസമാണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ട്, ഇദ്ദേഹം ഇപ്പം പറഞ്ഞ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം എന്താ പറഞ്ഞത്, അവിടെ ഉണ്ടായ ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരം കയ്യിൽ കിട്ടാതെ പോയ, രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും അകറ്റി നിൽക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ സംരംഭം. തീർച്ചയായും രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലണം. ഞങ്ങളെ അകറ്റി നിർത്തപ്പെട്ട ഈ കഴിഞ്ഞ ഏതാണ്ട് 1957 മുതൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഭരിച്ചു വന്ന കേരളത്തിലെ അവിടുത്തെ രാഷ്ട്രീയ അധികാരത്തിൽ ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിനോട് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചു വന്ന കേരളത്തിന്റെ അധികാരത്തിന്റെ ഇക്വേഷൻ മാറ്റാൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഉടൻ കഴിയുമെന്ന് നിങ്ങളും കരുതുന്നുണ്ടാകില്ലല്ലോ. ഇനി തുടർന്നും അങ്ങനെ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന സാഹചര്യം തന്നെയാകും കേരളത്തിൽ ഉണ്ടാകുക. അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മുന്നണിയിൽ അംഗമായേ പറ്റൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. LDF-ലേക്കോ UDF-ലേക്കോ പോകേണ്ടി വരുമോ ഈ പുതിയ പാർട്ടിക്ക് എന്ന്? അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെല്ലുകയാണല്ലോ ഉദ്ദേശ്യം. LDF-ഉം UDF-ഉം ഈ സമൂഹത്തിനോട് നീതി കാണിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഞങ്ങൾ സ്വയം കടന്നു ചെല്ലുന്നൊരവസ്ഥ സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ LDF വരട്ടെ, LDF-നോട് ചർച്ച ചെയ്യാം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ എന്താ അദ്ദേഹം പറയാൻ കാരണം, ഇവിടെ SNDP യോഗം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടുത്തെ BJP-യുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെന്തോ വലിയ തീവ്രവാദ സംസ്ഥാനമാക്കാൻ പോകുന്നു എന്നുള്ള പ്രചാരണം നടത്തിയപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു കയറാൻ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒരു മൂന്നാം മുന്നണി അനിവാര്യമാണ് എന്നുള്ള ചർച്ച തന്നെയാണ് ഉണ്ടായത്. അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഞങ്ങളോട് സംസാരിക്കാൻ, ഞങ്ങളെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന LDF-നോട് UDF-നോട് പറഞ്ഞു ഞങ്ങളോട് ചർച്ച ചെയ്യും. ഞങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയണ്ടേ? ശരി, അതാണ് നിലപാട്. അല്ലെങ്കിൽ തനിച്ച് ഭൂരിപക്ഷം നേടി 3 പതിറ്റാണ്ടിന് ശേഷം ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി വിവിധ ജാതി മത വിഭാഗങ്ങളെ, മുൻപ് ജാതി തിരിച്ച് വോട്ട് ചെയ്തിരുന്ന ആളുകളെ ഒരുമിപ്പിച്ച് ഒരു പെട്ടിയിൽ വോട്ടിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അവിടെ പരീക്ഷിച്ച അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിൽ പരീക്ഷിക്കാൻ അമിത്ഷാ ഉദ്ദേശിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തെ നോക്കി അമിത്ഷാ മീശ പിരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവിധ ജാതി മത വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് അജണ്ടയാക്കിക്കൊണ്ടുള്ള വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ ഉണ്ടാകും എന്ന അമിത്ഷായുടെ പ്രതീക്ഷ ശരിയാകുമോ? കേരളത്തിൽ അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഇപ്പോൾ SNDP യോഗത്തിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ തനിച്ച് കയറി ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ കേരളം മാറുമോ? അല്ല, അമിത്ഷായുടെ ആഗ്രഹം തീർച്ചയായിട്ടും ഇത് തന്നെയായിരുന്നു. കാരണം ദേശീയ തലത്തിൽ അവർ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ പോലും സ്വന്തം നിലയ്ക്ക് അധികാരത്തിൽ വന്ന പാർട്ടിയാണ്. അവിടെയുള്ള ഓരോ ഹിന്ദു വിഭാഗത്തെയും അവർ കൂട്ടിയോജിപ്പിച്ചു. അതേ സമയത്ത് അവിടെ ഈ ചാതുർവർണ്ണത്തിൻ്റെ ആയിട്ടുള്ള വിഭാഗീയത പൂർണ്ണമായിട്ടും നിലനിർത്തുകയും ചെയ്തു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ ചാതുർവർണ്ണം കൊടികുത്തി വാഴുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇതിനെയൊക്കെ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ സംരക്ഷകരാണ്, അവർക്ക് ഒരു എതിർ വിഭാഗത്തിൽ കാണിക്കാൻ ഒരു ന്യൂനപക്ഷമുണ്ട്. അതിൻ്റെ മുഴുവൻ നേതൃത്വം BJP നരേന്ദ്രമോദി ഉൾപ്പെടുന്ന അമിത്ഷാ ഉൾപ്പെടുന്ന BJP നേതൃത്വത്തിനായിരുന്നു. ഇവിടെയും അവർ അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് SNDP യോഗത്തെ ഒപ്പം കൂട്ടിയിട്ട് ഒരു മുന്നേറ്റത്തിന് അവർ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ നായർ വിഭാഗവും മറ്റ് ദളിത് വിഭാഗങ്ങളൊക്കെ കൂടെ വരും എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോഴും സാധ്യമായ രൂപത്തിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ സാധ്യമാണ്. പക്ഷേ അതിനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇവിടെ BJPക്ക് കേരളത്തിൽ വളർച്ച ഇല്ലാതായിരിക്കുന്നു. അവർക്ക് പരമാവധി പോയാൽ 20% വോട്ട് കിട്ടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അതോടുകൂടി തന്നെ പ്രശ്നം മാറി. വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണമായിട്ടും BJPയിൽ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം ഉറച്ച ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘടന നയിക്കുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? ഒരു നയം രൂപീകരിക്കണം, ഒരു നയത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ഞങ്ങൾ BJPയോടൊപ്പമാണ്. യെസ്, അത് നല്ല കാര്യം. BJPയും SNDP യോഗവും ചേർന്നുകൊണ്ട് ലോകത്തിൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. പക്ഷെ അത് അതേപോലെ ആയിരിക്കണം, ഒരേ നയം പ്രഖ്യാപിക്കണം. ഇപ്പോഴും ഇന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് ഞങ്ങൾ അപ്പുറം പോവും ഇപ്പുറത്ത് പോവും, LDF വിളിച്ചാലും പോവും. അണികളോട് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുവോ അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ അവിടെ നിൽക്കുക, ആ ചിഹ്നത്തിൽ മത്സരിക്കുക. UDFൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ UDFൻ്റെ കൂടെ, LDFൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ LDFൻ്റെ കൂടെ. പുതുതായിട്ട് വരുന്ന ആളുകൾ BJPയുടെ ഇതിൽ മത്സരിക്കണമെന്ന് പറയുന്നില്ല. അവിടെ പോലും അദ്ദേഹം ചെയ്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന തന്ത്രം വളരെ കൃത്യമാണ്. അപ്പം BJPയെ കൂടി മറികടക്കുന്ന രൂപത്തിൽ, അതിനെ കൂടി നയിക്കുന്ന രൂപത്തിൽ ഒരു പ്രസ്ഥാന നായകനാകാം എന്ന് അദ്ദേഹം വിചാരിച്ചു. അതും തകർന്നു. മനോജ്, ഇതിന്റെ മറുതന്ത്രം എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ അണികളോട് പറഞ്ഞിരിക്കുന്നത് CPM-കാരായ SNDP യോഗത്തിന്റെ പ്രവർത്തകർ CPM ചിഹ്നത്തിൽ മത്സരിക്കുക, കോൺഗ്രസ്സുകാരായ ആളുകൾ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുക. എന്നാൽ ശാഖാ ഭാരവാഹികളായ ഈ രണ്ട് പാർട്ടികളിലും ഇല്ലാത്ത ആളുകൾ പാർട്ടികളുടെ പിന്തുണയോടുകൂടി മത്സരിച്ചാൽ അവർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും SNDP യോഗത്തിലെ അംഗങ്ങളോ പ്രവർത്തകരോ ആയ ആളുകൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന പ്രവർത്തകരെ അതിന് തുടർന്നും അനുവദിക്കുമോ? അവരുടെ വരാൻ പോകുന്ന രഥയാത്രയിലടക്കം അവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ? നാട്ടിലുള്ള ശാഖാ യൂണിയനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർ ഇനി എങ്ങനെ പങ്കെടുക്കും? അല്ല, SNDP പോലുള്ള ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ CPIM-ന്റെ അണികൾക്ക് ഏതെങ്കിലും വിലക്കില്ല. അതിലുപരി യഥാർത്ഥത്തിൽ CPIM-ന് സന്തുഷ്ടി വേണ്ട ഒരു ഘട്ടമാണിത്. കാരണം കുറേ കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഈ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ അധികാരമുള്ളിടത്ത് പോയി കെഞ്ചി വാങ്ങുക, അതല്ല ഈഴവൻ്റെ സ്വത്വം. ഈഴവൻ്റെ മാത്രമല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞു, അതിൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്, പോരാടി വാങ്ങുകയാണ്. അതിന് പകരം കെഞ്ചി വാങ്ങുക എന്ന് ആ ഒരു തലത്തിലേക്ക് ഈഴവനെ താഴ്ത്തുന്നത് വെള്ളാപ്പള്ളിയാണ് എന്ന ഒരു കാര്യം. രണ്ട്, BJP എന്ന വലിയ തേരോട്ടം നടത്തി വരുന്ന സംഘടന, ഈ പാർട്ടിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറേ ജാതി സംഘടനകളെയും മറ്റ് സമുദായ സംഘടനകളെയും ഒക്കെ കൂട്ടിച്ചേർത്താൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നത്. രണ്ട്. മൂന്ന്, കോൺഗ്രസ് ഞങ്ങൾക്കൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഇങ്ങനെ ഏത് സഖ്യം വന്നാലും എന്ന് പറഞ്ഞ കോൺഗ്രസിനെ കൊണ്ട് മതനിരപേക്ഷത എന്നും സംഘപരിവാർ എന്നുമുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യമൊരുക്കി ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പടയൊരുക്കം എന്നത് മൂന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഈ രണ്ടും ചേർത്താൽ 4 യഥാർത്ഥത്തിൽ 1987 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിലെ എല്ലാ ജാതി സങ്കുചിത ശക്തികളാകെ CPIM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും അണിനിരുന്നു. അന്ന് അതിഗംഭീരമായിട്ട് E.K. നായനാരുടെ നേതൃത്വത്തിൽ മുന്നണി അധികാരത്തിൽ വരികയും ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ ഒരു സാഹചര്യം, അതായത് CPIM-നെ 4 ഭാഗത്തും തല്ലിക്കഴിഞ്ഞാൽ പാർട്ടി ആകെ തകർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള, നമ്മൾ പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്ന ആരും കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-ന് അതിനൊരു ആന്തരിക ശക്തിയുണ്ട്. അത് അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്നതാണ്. ഈ പന്ത് പോലെയാണ്. നമ്മൾ എത്ര ശക്തിയിൽ അങ്ങോട്ടടിക്കുന്നു അതിനേക്കാൾ ശക്തിയിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു ശക്തി, അത് എല്ലാ കാലത്തും CPIM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ആ ശക്തി പ്രകടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കുറച്ച് കാലമായിട്ട് ആ ശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ശാന്തമായി കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവവും അതുപോലെ സമൂഹത്തിൽ ഇടപെടുമ്പോഴുള്ള അനുഭവവും, CPM-നെ സ്നേഹിക്കുന്ന ആളുകളാകെ ഈ CPIM ആക്രമിക്കപ്പെടുന്നു, അതുപോലെ മതനിരപേക്ഷത ആക്രമിക്കപ്പെടുന്നു എന്ന ബോധത്തോടെ വളരെ ശക്തിയായി രംഗത്ത് വരുന്ന അനുഭവമാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, BJP തനിയെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വരികയാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. അരുവിക്കരയിൽ 5 ഇരട്ടിയായി വോട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഈ രാഷ്ട്രീയ ബാന്ധവം
വരുന്നതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വളരാൻ പറ്റാത്ത ഒരു പാർട്ടി, മൂന്നാം മുന്നണിയിൽ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തായി പോകാൻ ഇടയിലുള്ള ഒരു പാർട്ടി, സംസ്ഥാന ഘടകത്തിലെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്ന് കാര്യമായി പരിഗണിക്കാതെ കേന്ദ്ര നേതൃത്വം നിലപാടുകൾ എടുക്കുക അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക. അമിത്ഷായെ സംബന്ധിച്ച് കേരള ഘടകത്തിന് തനിച്ചൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഉള്ളതുപോലെ പുറത്ത് ഇതൊക്കെ വീക്ഷിക്കുന്ന ആളുകൾക്ക് തോന്നുക. സംഘടനാപരമായും രാഷ്ട്രീയമായും BJP അണികളെ ഹതാശരാക്കുന്ന നടപടിക്രമങ്ങളാണോ ഈ പുതിയ രാഷ്ട്രീയ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്? ഞാൻ അതിനു മുൻപ് CPIM പറഞ്ഞില്ലേ, അടിച്ചാൽ തിരിച്ചടിക്കുക പന്ത് പോലെ എന്നൊക്കെ, അതാണ് ഇപ്പം ഇന്ത്യയിൽ കാണുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഒരു 3 ഡസനിലധികം വരുന്ന ആളുകൾ പാർലമെന്റേറിയന്മാരായിരുന്ന ഒരു പാർട്ടി ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ കസേര അലങ്കരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് പശ്ചിമ ബംഗാൾ കയ്യിൽ നിന്ന് പോയി കേരളത്തിലും MP-മാരുടെ എണ്ണം ശുഷ്കിച്ച് ഏതാണ്ട് നമ്മുടെ ഈ കൈവിരലുകളിൽ എണ്ണാവുന്ന പാർലമെന്റേറിയന്മാർ മാത്രമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അടൽജി രാജ്യം ഭരിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാനുള്ള ശക്തി കിട്ടിയില്ല. ഞങ്ങൾ അന്ന് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? 24ഓളം വരുന്ന ഘടകകക്ഷികൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടാണ് അന്ന് രാജ്യം ഭരിച്ചത് ഏതാണ്ട് ഒരു 6 വർഷക്കാലം. ഇപ്പോൾ പിന്നീട് മോഡി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കടന്നുവരവിൽ നമ്മൾ കണ്ടത് കൂടെ ആളുകൾ അധികം ആവശ്യമായില്ല. 282 പേരെ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു. കേരളത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നതും BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട പ്ലസ് ഈ സാമുദായിക നേതൃത്വത്തിന്റെ ശബ്ദവും ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. BJPക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, BJPക്ക് ശക്തിയുണ്ട്. 5.5% വോട്ടുള്ള മുസ്ലിം ലീഗിന് 21 MLA ഉണ്ട്. പക്ഷേ 13%, 15%, 20% വോട്ട് കിട്ടുന്ന മണ്ഡലത്തിൽ പോലും BJP ജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് BJPയുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമല്ല, മറിച്ച് ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് ഇരു മുന്നണികളും കളിക്കുകയും അതല്ലെങ്കിൽ രാജഗോപാൽ ജയിക്കാൻ ശ്രമിച്ച നേമത്ത് വോട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ആക്ഷേപം. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ആക്ഷേപം. സജീവൻ, ഇപ്പോൾ നമ്മൾ 2 വാദഗതികൾ കേട്ടു. ഒന്ന്, ജാതി രാഷ്ട്രീയത്തിന്റെ വളർച്ച ഉണ്ടായ ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തിരിച്ചടി നേരിട്ടതാണ് രാജ്യത്തിന്റെ പൊതുവിലുള്ള ചരിത്രം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉദാഹരണമായി എടുക്കാം. അതുതന്നെ ഇവിടെ സംഭവിക്കുമെന്ന് BJPക്ക് ആത്മവിശ്വാസം കൊള്ളാം. 2, 4 പാടും നിന്ന് അടി വരുമ്പോൾ ഒറ്റക്കെട്ടാകും എന്ന ഒരു സാഹചര്യം CPIMൽ സംജാതമാകുന്നു എന്ന് CPIM ആത്മവിശ്വാസം കൊള്ളുന്നു. ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുമ്പോൾ അവർ ഉണരുകയാണ് എന്ന് അവർക്കിപ്പോൾ തോന്നുന്നു. ഈ 2 വാദഗതികളിൽ ഏതിനോടാണ് താങ്കൾക്ക് ആഭിമുഖ്യം? എൻ്റെ ആഭിമുഖ്യത്തിനേക്കാൾ എനിക്കുള്ളൊരു തോന്നൽ, എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇന്ന് ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ്. ശ്രീ പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് VS അച്യുതാനന്ദന് വേണ്ടി ഒരു സമര ഭടനെ പോലെ നിന്നു എന്നുള്ളത് തന്നെയാണ് CPIMന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. നേരത്തെ അരുവിക്കരയുടെ കാര്യം പറഞ്ഞു. അരുവിക്കരയുടെ സമയത്ത് നമുക്കറിയാമല്ലോ, VS അച്യുതാനന്ദന് ആദ്യത്തെ വേദി കൊടുക്കുന്നതിൽ പോലും പ്രശ്നം ഉണ്ടായിരുന്നു. CPIMനകത്ത് അവസാനം VS അച്യുതാനന്ദനൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പോലും അവിടെ VS അച്യുതാനന്ദന് പ്രത്യേക റോളുണ്ടായിരുന്നില്ല. CPIMന്റെ അകത്ത് വിഭാഗീയത അതിരൂക്ഷമായിട്ട് അതിനകത്തുണ്ടായിരുന്നു. ഇതല്ല, എന്നിട്ട് പോലും അവിടെ അതിനു മുമ്പത്തെ G കാർത്തികേയന് കിട്ടിയതിനേക്കാൾ 56 വോട്ട് LDFന് കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, G കാർത്തികേയൻ മത്സരിച്ച കാലത്ത് കിട്ടിയതിനേക്കാൾ 56 വോട്ട് LDFന് കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മനോജ് പറഞ്ഞതുപോലെ ഇവിടെ CPM വളരെ ശിഥിലമായി നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അവർ മാറിയിട്ട് അവർ ഒന്നിച്ചിരിക്കുന്നു. കോൺഗ്രസിനും ഇതേപോലെ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ സുധീരൻ്റെ പിന്നാലെ മറ്റുള്ളവരൊക്കെ ഉറച്ചു നിൽക്കുന്നു. BJPക്കാണ് പ്രശ്നമുണ്ടായത്. അവർ പിന്നാലെ നടക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഏത് കരാറിനും ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ അവർ നിൽക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇത് ഞങ്ങളെക്കാൾ മോശക്കാരാണ്, ഇനി വളർച്ച ഇല്ലാത്തൊരു പാർട്ടിയാണെന്ന് പറയുമ്പോൾ ശക്തമായിട്ട് എതിരിടേണ്ടതല്ലേ? എനിക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയി BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, മാരാർജിയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നൊരു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശൻ്റെ പെട്ടിയെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ, ആ ദയനീയത ഉണ്ടാകുമോ എന്ന് തോന്നിയത്. ഇപ്പോൾ ഏതായാലും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും BJP പോലും ചെയ്യേണ്ടത് അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാം. അവർ പക്ഷേ ഇതേപോലെ വിലപേശൽ രാഷ്ട്രീയത്തിന് കച്ചവടം നടത്തുന്നതിന്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയും തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയും ഉണ്ടല്ലോ. തുഷാർ പറഞ്ഞെന്താ, അവർക്കുണ്ടായ അവഗണന എന്ന് പറയുന്നത് 1111 പ്രീ ഡിഗ്രി സീറ്റുകൾ നഷ്ടപ്പെട്ടു, അത്രയും ഇൻറ്റു
അത്തരം വിദ്യാർത്ഥികൾ വെക്കുമ്പോൾ കിട്ടുന്ന കോഴ, അതല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന അധ്യാപകർ വെക്കുമ്പോൾ കിട്ടുന്ന കോഴ, ഇതല്ലേ? പിന്നെ വേറെന്ത് അവഗണനയുണ്ടായില്ലേ? ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭരണം നോക്കാം, കുറച്ചു കാലം ഇവിടെ ഇതിനു മുമ്പേ ശരി, നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ ഈ വിഷയങ്ങൾ. ശ്രീ അനുസേനൻ, VS അച്യുതാനന്ദനും VM സുധീരനും ഈഴവ സമുദായത്തിൽ അങ്ങേയറ്റം സ്വീകാര്യതയുള്ള 2 നേതാക്കളാണ്. ഈ 2 നേതാക്കളെക്കുറിച്ച് നികൃഷ്ട ജീവി, ശിഖണ്ഡി എന്നൊക്കെ പറയുന്നത് എന്ത് ഫലമാണ് ഉണ്ടാക്കുക? കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ശകാര പദങ്ങൾ എപ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് ഉപയോഗിച്ച ആളുകൾക്ക് ഡാമേജ് ഉണ്ടാക്കിയ ചരിത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിക്കുക എന്നൊക്കെയാണല്ലോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജി. അങ്ങനെ പഴുത്തിരിക്കുന്ന അവസ്ഥ മാറാനും മറുവശത്തുള്ള ആളുകൾക്ക് വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടാകാനും കഴിയുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ തന്ത്രം പാളിപ്പോയതായി തോന്നുന്നുണ്ടോ? അതോ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും ശകാരവാക്കുകളും ഇനിയും പ്രതീക്ഷിക്കണം? പദപ്രയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ 91 VS മീൻപെറുക്കി നടന്ന ചെറുക്കൻ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ആറാട്ടുമുണ്ടൻ നമ്മൾ കേട്ടതാണ്. സഖാവ് പിണറായി നികൃഷ്ടജീവി വിളിച്ചത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത് SNDP ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ യുദ്ധം നയിക്കുന്നു. പിണറായി ഇത്രയും നാളും നേരിട്ട് യുദ്ധം നയിച്ചു, അവസാനം VSനെ കളത്തിലിറക്കി നയിക്കുന്നു. അതുദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുള്ളതല്ല ശ്രീ അനുസേനൻ, താങ്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഈ സന്ദർഭങ്ങളിലൊക്കെ അഭിസാരിക എന്ന് ഉപയോഗിച്ചപ്പോൾ, പരനാറി എന്ന് ഉപയോഗിച്ചപ്പോൾ ഒക്കെ ഞാൻ പറയുന്നത് അത് ഉപയോഗിച്ച ആളുകൾക്കാണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. മറുവശത്ത് VM സുധീരനും VS അച്യുതാനന്ദനും വലിയ തോതിൽ സഹാനുഭൂതി കിട്ടുന്നതിന് അവരുടെ പോയിന്റാണ് ശരിയെന്ന് വരുന്നതിലേക്ക് കാര്യങ്ങൾ വന്നില്ല. ഇപ്പോൾ ആ പദങ്ങൾ കൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായം മുഴുവൻ VS അച്യുതാനന്ദന്റെയും VM സുധീരന്റെയും പുറകിന് പോകുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈഴവ സമുദായം തിരിച്ചറിവുണ്ടായതുകൊണ്ട് മാറിയതാണ്, പദപ്രയോഗത്തിന്റെ പേരിൽ മാറിയതല്ല. VS അച്യുതാനന്ദൻ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് സീറ്റ് ആവശ്യമുള്ളപ്പോൾ ഈഴവ സമുദായത്തിന്റെ കാർഡെടുത്ത് ഉപയോഗിക്കും. VM സുധീരന് KPCC പ്രസിഡന്റ് ആകാൻ ആവശ്യം വന്നപ്പോൾ ഈഴവ സമുദായത്തിന്റെ കാർഡെടുത്ത് ഉപയോഗിച്ചു. അതിനുശേഷം അദ്ദേഹം കാണിച്ചൊക്കെ നമുക്കറിയാം, VS അച്യുതാനന്ദൻ കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ അവസാനം വന്ന് കോഴയെടുത്തിടുക. എന്ത് കോഴയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ആകെ 12 എയ്ഡഡ് കോളേജാണ് ഞങ്ങൾക്കുള്ളത്. ആ 12 എയ്ഡഡ് കോളേജിൽ എന്ത് കോഴ വാങ്ങാനാ? കുറേ നാളുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആദ്യം പലരെ കൊണ്ട് പറയിച്ചു, ഇപ്പോൾ അവർ നേരിട്ട് പറയും. ഇതൊന്നും കേരളത്തിലെ ഈഴവ സമുദായം ഏറ്റെടുക്കത്തില്ല. കേരളത്തിലെ ഈഴവ സമുദായത്തിന് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അത്യാവശ്യങ്ങളാണ് അവർ ഇവിടെ മുദ്രാവാക്യങ്ങളെ ഉയർത്താൻ പോകുന്നത്. ആ മുദ്രാവാക്യങ്ങളുടെ കീഴിലാണ് ഇവിടുത്തെ ആളുകൾ അണിനിരക്കുന്നത്. വേണ്ടിയിട്ടാണ് VS അച്യുതാനന്ദന് വേണ്ടി ഇന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതുന്നതിന് തീർച്ചയായും പ്രാധാന്യമുണ്ട്. VS അച്യുതാനന്ദൻ പാർട്ടിയുടെ വേദികളിലാണ് ഈ വിമർശനങ്ങളൊക്കെയും ഉന്നയിക്കുന്നത്. VS അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി CPM രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് വന്ന് ഈ രാഷ്ട്രീയ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കാം എന്ന് CPIM തീരുമാനിച്ചതുപോലെയാണ് ഇപ്പോൾ രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ തോന്നുന്നത്. VS അച്യുതാനന്ദനാണോ നിങ്ങളുടെ ട്രംപ് കാർഡ് ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ വീഴ്ത്താൻ? വെള്ളാപ്പള്ളി നടേശനെയും ഈഴവ സമുദായത്തെയും അമ്പെയ്യാൻ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയിരിക്കുകയാണോ? രാഷ്ട്രീയത്തിൽ VS അച്യുതാനന്ദൻ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. കാരണം കേരളത്തിൽ CPM ഇന്ന് വഹിക്കുന്ന ഏറ്റവും ഉയർന്ന പാർലമെന്ററി പദവി പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. അത് സഖാവ് VS അച്യുതാനന്ദനാണ്. അതൊരു കാര്യം. അതുകൊണ്ട് അക്കാര്യത്തിൽ VSനെ പുറകോട്ട് അടുപ്പിക്കാനുള്ള ആരുടെയെങ്കിലും ശ്രമം നടക്കുകയില്ല. അതൊന്ന്. 2, ഈ കോഴയുടെ കാര്യം ഞാനിവിടെ പറയേണ്ടെന്ന് വെച്ചതാണ്. CPM പറയുന്നതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇത് നോക്കൂ, ഇത് SN ട്രസ്റ്റിലെ 7 അംഗങ്ങൾ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ്. ഇതിൽ പറയുന്നത് 508 കോടി രൂപയുടെ അഴിമതി കഴിഞ്ഞ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ അധികാരകാലത്ത് നടന്നു. അതെങ്ങനെ, എവിടെ പോയി നടേശ കാശ് എന്നാണ് ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരല്ല, SN ട്രസ്റ്റിലുള്ള ആളുകൾ, അവരുടെ പേരുണ്ട്. അത് S ശിവരാജൻ മുതൽ ഡോക്ടർ റെയ് സുധൻ വരെയുള്ള ആളുകൾ. അപ്പോൾ ഇതിനൊക്കെയാണ് മറുപടി പറയേണ്ടത്. അതിനകത്ത് തന്നെയാണ് പ്രശ്നങ്ങളുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയതാണ്, ഇപ്പോൾ ഉണ്ടായ വിവാദം ഈ രാഷ്ട്രീയ ദുർമോഹമാണ്. ഈ മനുഷ്യമൃഗത്തെ സാധാരണ മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമാക്കുന്നത് ദുർമോഹമാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്, ഞാനല്ല. അതുകൊണ്ട് തന്നെ ഈ ദുർമോഹം മൂലം വരുന്ന ഒരു അപകടം ഇതൊക്കെ പുറത്തു വരുന്നു. സ്വന്തം സമുദായ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ എവിടെ കണക്ക് പറയൂ നടേശ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അതാണ് ഈ നടേശനും അതുപോലെ
പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ശോഭാ സുരേന്ദ്രൻ എങ്ങനെ ഈ BJP-യിൽ പെട്ടുപോയി എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അവർ വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ്, മനുഷ്യ സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ മറ്റേ ആളെ ഇറച്ചി തിന്നതിന് മാട്ടിറച്ചി തിന്നു എന്ന് പറഞ്ഞ് ഒരാളെ തല്ലിക്കൊല്ലുന്ന ആ സമൂഹത്തിൽ നിന്ന് മാറി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ ഈ വിവാദം ഉന്നയിക്കുകയോ ഉന്നയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ആ ചോദ്യം പൊതുസമൂഹത്തിൽ ഇപ്പോൾ വളരെ ശക്തമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് പ്രസിദ്ധീകരിക്കാം? ഓരോ തസ്തികയും എങ്ങനെ ഫില്ല് ചെയ്തു, അതിന് പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ, പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര, അതെന്തിന് ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പൊതുരേഖയാക്കാമല്ലോ. തയ്യാറുണ്ടോ? SNDP യോഗവും SN ട്രസ്റ്റും കൃത്യമായി എല്ലാ വർഷവും വാർഷികം വിളിച്ചുകൂട്ടി ആ വാർഷികത്തിന് മുമ്പായി കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് അത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഓഡിറ്റ് ചെയ്യുന്ന ആ കണക്ക് വാർഷിക പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് കാലാകാലങ്ങളായി എല്ലാ വർഷവും കൃത്യമായി പാസ്സാക്കി പോകുന്ന സംഘടനകളാണ്. ഇവിടെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇനി ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഇവരുടെയൊക്കെ കണക്കൊന്ന് പുറത്തു കൊണ്ടുവരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി എല്ലാ വർഷവും വാർഷിക പൊതുയോഗം വിളിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ കണക്ക് ഓഡിറ്റ് ചെയ്ത് മുഴുവൻ അംഗങ്ങളുടെയും വീടുകളിൽ അയച്ചു കൊടുക്കുന്ന ആളുകളാണ്. അവിടെ നിന്നായിരിക്കും ഇവർക്കൊക്കെ കിട്ടുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ ഒന്നുമില്ല, ഒരു നിവർത്തിയുമില്ല. നമുക്ക് ഒരുപാട് ആരോപണങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ SNDPക്ക് സീറ്റ് മാറ്റിവെക്കുമോ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും, അതോ പ്രാദേശിക തലത്തിൽ അങ്ങനെ ഒരു അജണ്ട വേണ്ടതില്ല എന്ന് തീരുമാനിക്കുമോ? എങ്ങനെയാണ് നിങ്ങൾ ഈ സീറ്റ് ഷെയറിംഗ് നടത്തുക? പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് രൂപീകൃതമായിട്ടില്ല. അവർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയാകുമോ ഉണ്ടാവുക? അതിനു മുൻപ് നോക്കൂ, മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ കുരിശിൽ തറയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ അത് തുടങ്ങിയത്? ഇത്രയും നാളും ഈ രണ്ട് മുന്നണികളുടെയും നാവ് അനങ്ങിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ കുരിശിൽ തറയ്ക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുൻപ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ ഒരു വളരെ വലിയൊരു ഭൂമിയിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം BJPയോടൊപ്പം അതുപോലെ തന്നെ ഈ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനയോടൊപ്പം ചലിക്കുന്നു എന്ന് മനസ്സിലായപ്പോ ഈ രണ്ട് മുന്നണികളുടെയും ഭാവവും രൂപവും മാറി. ഇവിടെ VS അച്യുതാനന്ദനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, 374 കോടി രൂപയുടെ അഴിമതിയിൽ പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ കോടിക്കണക്കിന് രൂപയുടെ കോഴ അഴിമതി, എത്ര സഹകരണ സംഘങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. SN ട്രസ്റ്റിനകത്തുള്ള ഭാരവാഹികൾ അത് ചർച്ച ചെയ്യുന്നുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ ആലോചനാ യോഗം ഇന്ന് കഴിയുമ്പോൾ മതേതര രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം. ഡിസംബർ മാസത്തിൽ പാർട്ടി രൂപീകരണം പൂർത്തിയാക്കും എന്ന് തുഷാർ വെള്ളാപ്പള്ളിയും അറിയിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എസ് സജീവൻ, ശ്രീ PM മനോജ്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ അനു സി സേനൻ. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.